വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. ഒന്ന്. രണ്ട്, ഇവിടെ കോപ്രായമാണ് നടത്തിയെന്ന് പറഞ്ഞു. സാർ, ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഒരു കോപ്രായവും നടത്തിയിട്ടില്ല. നിയമസഭയിൽ പ്രതിഷേധിച്ചു. ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടല്ല. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഒരു സ്പീക്കറുടെ ചേംബറിൽ പോയി ചർച്ച നടത്തേണ്ട അത്ര ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു വിഷയം ഉണ്ടായിട്ടില്ല, അതിനത്ര പ്രാധാന്യമുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. കാരണം അത്രയും ഒരു വയലൻ്റായോ എന്തെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സമീപനം ഉണ്ടായില്ല. പ്രതിഷേധമുണ്ടായി. സഭാ നടപടികൾ സംഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല. അതിനൊരു തെറ്റായ പ്രചരണം നടത്തുന്നത്. പിന്നെ ചോദ്യോത്തരത്തിന്റെ പേരിൽ മൈക്ക് കിട്ടുമ്പോൾ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ആക്ഷേപിക്കുന്നത്, സാർ, അതെല്ലാം ഇവിടുത്തെ രേഖയിൽ കിടക്കുകയാണ്. നിയമസഭയിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ്. ഒരാൾ ഇവിടെ നിന്നുള്ള MP ആണ്, കേരളത്തിൽ നിന്നുള്ള. അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയ. സാർ, ഈ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പൂർണ്ണമായി അതുമായിട്ട് നിസ്സഹകരിക്കും. അങ്ങ് ഒരിക്കൽ കൂടി ചെയർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഹൗസ് ഡിസ്ട്രപ്റ്റ് ചെയ്യരുത്. ഡിബേറ്റിന്റെ വേദിയാണ് ഹൗസ്, അതിനുള്ള വേദി ഒരുക്കണം എന്നാണ് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ അങ്ങ് പറഞ്ഞാൽ പേര് പറയാം. അത് പേര് പറഞ്ഞാൽ അംഗത്തിനൂടി മോശമാകുന്നുള്ളതുകൊണ്ടാണ് ചെയർ പരാമർശിക്കാത്തത്. ഇന്നലെ ആ ബാനർ കെട്ടിയ ആ കമ്പ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല. ആള് പേര് പറഞ്ഞാൽ അത് ആ ബഹുമാനപ്പെട്ട അംഗത്തിന് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നെ കൊണ്ട് ഇനി പറഞ്ഞേ അടിയിക്കുന്നുള്ള വാശിയിട്ട് ഞാൻ പറയാൻ നിർബന്ധിതമാണ്. സാർ, അങ്ങ് വിലക്കിയിട്ടും അങ്ങ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും വാച്ച് ആൻഡ് വാർഡ് അത് ചെയ്തു. അങ്ങ് വിലക്കുന്നത് പരസ്യമായിട്ട് കൂടെ അങ്ങ് അവരെ വിലക്കി ചെയ്യരുതെന്ന് പറഞ്ഞു. ചെയർ പറയുന്നതനുസരിച്ച് പെരുമാറിയിട്ടുണ്ട്. അത് കൂടുതൽ ബഹുമാനപ്പെട്ട പല അംഗങ്ങളും അവരുടെ മേക്കിട്ട് കയറി സംഘർഷത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറഞ്ഞത് അല്ലാതെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും അതിനർത്ഥം വാച്ചൻ വാർഡ് ഒരു പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാച്ചൻ വാർഡിനെ ഡെലിബറേറ്റ് ആയി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. ബോധപൂർവം ചെയറിന് വാച്ചൻ വാർഡിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. യെസ്, ബഹുമാനപ്പെട്ട സർ, അങ്ങനെ പറഞ്ഞു ചെയറിനെ അന്ധനാക്കരുത് എന്ന്. കഴിഞ്ഞ കുറേ ദിവസമായി ചെയറിനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാക്കുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ്. ഗാന്ധാരിയെ പോലെ സ്വയം അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് പരിഹാസ്യരാവാൻ കഴിയുന്നത്? ലോകം മുഴുവൻ കണ്ടതാണ് ഇന്നലെ ഇവിടെ എന്താണ് കണ്ടത് എന്ന്. അത് സാർ അവിടെ ചാടിക്കയറിയ പടങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് ആ ചാടിക്കയറിയ അംഗം വല്ല ഹൈജമ്പിന് പോയിരുന്ന് പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ വലിയ ഗുണമുണ്ടാവുമായിരുന്നു, നാടിന് വലിയ ഗുണമുണ്ടാവുമായിരുന്നു. സാർ, അങ്ങനെയല്ലേ ചാടിക്കയറിയത്? സാർ, ഇവിടെ നിന്ന് മുന്നിലൂടെ രണ്ടംഗങ്ങളാണ് ചാടിക്കയറിയത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിലൊരാൾ നിയമജ്ഞനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അതെ, നിയമപരമായിട്ടുള്ള ചാട്ടമായിരുന്നു എന്ന് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പറഞ്ഞു. സാർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് എല്ലായ്പ്പോഴും പാർലമെന്ററി മര്യാദകളെ കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ്. 25 വർഷത്തെ പാർലമെന്ററി അനുഭവമുള്ളയാളാണ്. അദ്ദേഹത്തെ പോലൊരാൾ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ന്യായീകരിച്ചു, അതും മതി വരാതെ ഇപ്പോൾ വന്ന് വീണ്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ. സർ, ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സാർ, ഒരു മിനിറ്റ്. ഇരട്ടത്താപ്പിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ്. സർ, അതാണ് നമ്മളിവിടെ കാണുന്നത്. സാർ, ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എന്താക്ഷേപമാണ് നടത്തിയത്? BBG റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്കാ ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ ആക്ഷേപം, കുടിച്ചതാണോ ആക്ഷേപം? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഉള്ള കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ. പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു? ഏതെങ്കിലും അങ്ങേക്ക് പരിശോധിക്കാം.
മന്ത്രിമാർ, ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് അതിൽ പാർലമെന്ററി അല്ലാത്ത അല്ലെങ്കിൽ ഉചിതമല്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ തിരുത്താമെന്ന് മാത്രമല്ല ഞങ്ങളെ ശാസിക്കാം. ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരു മോശം വാക്ക് ഉച്ചരിക്കുന്നവരല്ല, അങ്ങനെ ശീലിച്ചവരും അങ്ങനെ വളർന്നവരുമല്ല. ഒരു മിനിറ്റ് മിനിസ്റ്ററെ, ഈ ബഹുമാന്യായ സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ബഹുമാന്യായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷമാണ്. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും മൂന്നാമത്തെയാളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റ് വിലക്കമുണ്ടാകും. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ എലസ്, സ്വർണം മോഷ്ടിച്ച ആൾക്ക്, സ്വർണം വാങ്ങിയ ആളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരം ഒരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കമുണ്ടാകും. നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ്. അത് BJPയോടുള്ള താല്പര്യമാണ് സാർ. ഞങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ സോണിയാഗാന്ധിയെ കുറിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത്, ഡൽഹിയിൽ FIR ഇടാൻ പറഞ്ഞത്, പുരാവസ്തു കച്ചവടത്തിന്റെ കാര്യം ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ആര് കൊണ്ടുപോയി? ഒരു MP, ഒരു UDF കൺവീനർ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നു. സ്വർണം കട്ടയാൽ വാങ്ങിയാൽ മൂന്നാമത്തെയാൾ ഒറ്റ ഫ്രെയിമിലുള്ള 2 ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം. വ്യക്തമാക്കട്ടെ, അതോടുകൂടി സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാക്കും. നിങ്ങൾ അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്, ഞങ്ങൾ ഇവിടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു എന്ന്. സാർ, ആ ഡയസിൽ കയറി ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേരയെടുത്ത് താഴേക്കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. ഒന്ന് അദ്ദേഹം പ്രിയങ്ക ഗാന്ധി പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത്. സാറേ, ഡൽഹി കലാപത്തിന് വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി സംസാരിക്കുന്നതും സുഹൃത്തുക്കാണെന്നും അത് അഭിമാനമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട മന്ത്രിയാണ് മന്ത്രി MP രാജേഷ്. വംശഹത്യക്ക് ഡൽഹിയിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറുമായിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു സുഹൃത്തുള്ളത് എനിക്ക് അഭിമാനമാണ് എന്ന് ഫേസ്ബുക്കിലിട്ട ആള് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചു. പാർലമെന്ററി മന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടം എന്നാണ്. ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മുഖ്യമന്ത്രിക്കെതിരെ അല്ല, അങ്ങ് പാർലമെന്ററി പറഞ്ഞല്ലോ. ഞാനല്ല പറഞ്ഞിട്ടില്ല. അങ്ങ് 5 പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞപ്പോ തടസ്സപ്പെടുത്തിയില്ല. അല്ല അങ്ങ് കേൾക്ക്. അങ്ങ് ഇത്ര അസഹിഷ്ണുത അത്ര വേണ്ട, അത്ര അസഹിഷ്ണുതൊന്നും വേണ്ട. എനിക്കും കൂടെ പറയാനുള്ള റൈറ്റ് ഉള്ളതാണ്. സോണിയാഗാന്ധി അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. അതുകൊണ്ട് അത്തരം ഇരട്ടത്താപ്പ് ചെയ്യുന്നത് ഇവരാണ്. ഇരട്ടത്താപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ചീഫ് ജസ്റ്റിസിന് ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി ഞാൻ അധിക്ഷേപിച്ചു. SNC ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടപ്പോൾ അന്നുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണം എന്ന് പറഞ്ഞ് ബാലി കോലി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് സമരം സംഘടിപ്പിച്ച ആളാണ് ഈ പാർലമെന്ററി കാര്യമന്ത്രി. എറണാകുളത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ.